നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു ലൈവ് ട്രേഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ 295 നിന്ന് താഴത്തേക്ക് സെല്ല് ചെയ്യുകയാണ് ചെയ്തത്. 1:2 നമ്മുടെ ടാർഗറ്റ് ഉണ്ടായിരുന്നത് 292-ലായിരുന്നു. ഇവിടെ നമുക്ക് കാണാം, ഇന്നലത്തെ ദിവസം 292-ൽ ടച്ച് ചെയ്തിട്ടില്ല. മറിച്ച് ഇന്നലത്തെ ഡേ ലോ വെച്ചേക്കുന്നത് 292.15 അതായത് നമ്മുടെ 1:2 റിസ്ക് റിവാർഡ് ഇവിടെ അച്ചീവ് ചെയ്യത്തില്ല. തിരികെ വന്ന് 1:1 ട്രയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹിറ്റ് ചെയ്യാനാണ് സാധ്യത. ഇന്നലെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിരിക്കും, ഏതാണ്ട് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് നമ്മൾ 1:1 ഇവിടുന്ന് ഇങ്ങോട്ട് ട്രയൽ ചെയ്തിരുന്നു. അപ്പോൾ അത് ഹിറ്റ് ചെയ്താണ് നമ്മൾ ഇന്നലെ എക്സിറ്റ് എടുത്തത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ട്രേഡിംഗ് പ്ലാൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ 3 ദിവസമായി കാണാൻ പറ്റുന്നൊരു കാഴ്ച, ഏതാണ്ട് ഈ ഒരു ഏരിയയിൽ കണ്ടിന്യൂസ്ലി നമുക്ക് സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. 12-ാം തീയതിയാണ് ആ ഏരിയയെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് ക്ലോസിങ് തന്നേക്കുന്നത്. അതിനുശേഷം എല്ലാ ദിവസവും ഈ 2 ലൈൻസ് മാർക്ക് ചെയ്തേക്കുന്നതിന് താഴത്തേക്ക് മാർക്കറ്റിനെ പോകാൻ സമ്മതിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഈ ഒരു ദിവസം ഈ 2 ലൈനിനുള്ളിൽ ക്ലോസ് ചെയ്തുവെങ്കിൽ തൊട്ടടുത്ത ദിവസം ഈ സപ്പോർട്ട് ഈ ലൈനിൻ്റെയും മുകളിലേക്ക് സപ്പോർട്ട് പുതുക്കിയിട്ടുണ്ട്. ഇന്നലെ വന്നിട്ട് ഈ ഒരു സപ്പോർട്ട് കുറച്ചുകൂടെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. അതായത് പടിപടിയായി മുകളിലേക്ക് സപ്പോർട്ട് ബിൽഡ് ചെയ്യുന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ നോക്കാവുന്നത്, ഈ ഒരു ദിവസവും 2% ചേഞ്ച് മാർക്കറ്റ് കൊടുത്തെങ്കിൽ ഈ 2 ദിവസങ്ങളിൽ ലാസ്റ്റ് 2 ഡേയ്സ് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും, മാർക്കറ്റിൻ്റെ ലോ ടു ഹൈ എടുത്തു കഴിഞ്ഞാൽ 1.5% 16-ാം തീയതി മാർക്കറ്റ് മൂവ് ചെയ്ത്. അതേപോലെ തന്നെ ഇന്നലെ 17-ാം തീയതി മാർക്കറ്റ് മൂവ് ചെയ്ത്, അതും 1.5%. അപ്പോൾ മാർക്കറ്റിൻ്റെ മൂവ് വളരെ കുറവാണ്. എന്നാൽ മാർക്കറ്റ് താഴത്തേക്ക് ഫോൾ ചെയ്യുന്നില്ല, നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടുന്നു. പടിപടിയായി കുറച്ച് മുകളിലേക്ക് സപ്പോർട്ട് ബിൽഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ പ്രതീക്ഷ ഇത് അപ് ട്രെൻഡിൽ തന്നെയാണ്. എനിവേ, ഇന്ന് 2 പോയിൻറ്റ്സ് ആണ് അങ്ങനെയാണെങ്കിൽ ബൈയിങ് പൊസിഷനായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, ഈ ഒരു 23 ഈ ഒരു സപ്പോർട്ട് റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഇങ്ങോട്ട് വരികയാണ്, സപ്പോർട്ട് എടുക്കുന്നു എന്ന് കണ്ടാൽ നമുക്ക് ഇവിടുന്ന് ബൈ ചെയ്യാം. ഇവിടുന്ന് ബൈ ചെയ്ത് കഴിഞ്ഞാൽ 23 മുതൽ ഈ ഒരു ലൈനിന് താഴത്തേക്ക് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റും. അതായത് 0.5%-നുള്ളിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഇവിടെ സപ്പോർട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ബൈ ചെയ്യാം. ഇനി അതല്ല, ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഗ്യാപ്പ് അപ്പോ ഒക്കെ വെച്ചിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഇല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ലൈനിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ, അത് ഫസ്റ്റ് ടൈം പോകുമ്പോൾ അതങ്ങ് പൊക്കോട്ടെ നമ്മൾ വിചാരിക്കും. അതിനുശേഷം മാർക്കറ്റ് തിരികെ വരണം. ഇത് മാർക്കറ്റ് മുകളിൽ ക്ലോസിങ് തന്നു കഴിഞ്ഞാൽ നമ്മൾ 296-ൽ സ്റ്റോപ്പ് ലോസ് ഓർഡർ, ഇവിടെ ബൈയിങ് പൊസിഷൻ നമ്മൾ ഓർഡർ ഇട്ട് ബൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോയി അതിനുശേഷം തിരികെ താഴെ വരുമ്പോൾ നമുക്ക് 296-ൽ നിന്ന് ബൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ റീടെസ്റ്റ് എൻട്രി പോലെ നമ്മളവിടെ എടുക്കാം. ഇവിടെയാണെങ്കിൽ നേരെ താഴത്തേക്ക് ഫസ്റ്റ് ടൈം വരുമ്പോൾ തന്നെ നമ്മൾ ഇവിടുന്ന് എൻട്രി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നലെ നമ്മൾ ചെയ്തിരുന്നത്, മാർക്കറ്റ് ഇവിടെ ക്രോസ് ചെയ്ത് മുകളിൽ പോയി അതിനുശേഷം തിരികെ താഴത്തേക്ക് വന്ന് ഇവിടെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ, സെൽ ഓർഡർ ഇട്ട് വയ്ക്കുകയാണ് ചെയ്തത്. മാർക്കറ്റ് പിന്നീട് തിരിച്ചവിടെ വന്ന് റീടെസ്റ്റ് വന്നപ്പോഴാണ് നമ്മളുടെ ഓർഡർ ട്രിഗറായിട്ട് നമ്മൾ സെല് ചെയ്തത്. അപ്പോൾ ഇന്നലെ ഇവിടെ വെച്ച് നമുക്ക് ചെയ്യാമായിരുന്നു. അതുപോലെ തന്നെ താഴത്ത് 23 ഇല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ലൈൻ ഇന്നലെ നമുക്ക് അവിടെ ഇല്ല, സത്യം പറഞ്ഞാൽ ആ ഒരു സപ്പോർട്ട് ലൈൻ. അങ്ങനെയാണെങ്കിൽ 92-ലോ ഇല്ലെങ്കിൽ 293-ലോ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് ബൈ ചെയ്തിരുന്നെങ്കിലും ഇന്നലെ അത് നല്ലൊരു എൻട്രി തന്നെ ആയേനെ. എനിവേ, ഇന്നലെ നമ്മൾ എൻട്രി എടുത്തത് മോശം എൻട്രി ആയിരുന്നില്ല, പിന്നീട് ആ ഏരിയ ബ്രേക്ക് ആയിട്ടില്ല. ഓക്കെ, ഇനി ഇന്നത്തെ ദിവസം ഈ പറയുന്ന 2 പോയിൻ്റ്, ഒന്നുകിൽ ഈ ഒരു 293-ൻ്റെ സപ്പോർട്ടിൽ ബൈ ചെയ്യുക, അതല്ലെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി കഴിഞ്ഞാൽ 296-ൽ ബൈ ചെയ്യുക. ഇതാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ട്. ഇനി മാർക്കറ്റ്
പ്രീ ഓപ്പൺ എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് അതും കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ പ്ലാനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ വരുത്തേണ്ടി വരും. എന്തായാലും ഇനി പ്രീ ഓപ്പൺ മാർക്കറ്റിൻ്റെ ഡാറ്റ വന്നതിന് ശേഷമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളൂ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 9 മണിയേ സമയം ആയിട്ടുള്ളൂ. ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ സ്റ്റാർട്ടായേക്കുന്നത് പ്രീ ഓപ്പൺ നടന്നേക്കുന്നത് 297.60 അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ എൻട്രി നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് 296 നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ നമുക്ക് ആ ഓർഡർ ഇടാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കാം. ഓർഡർ ഇടേണ്ടത് 296 നിന്നാണ്. സോ ഇവിടെ ക്ലിക്ക് ചെയ്തെടുക്കുവാണ്, ബൈ എ ലിമിറ്റ് ഓർഡർ. ഇനി മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതങ്ങ് ക്ലിക്ക് ചെയ്ത് കൺഫേം ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് ഇനിയിപ്പോൾ ജസ്റ്റ് 1 മിനിറ്റും കൂടെ സമയമുണ്ട്. മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ ഓർഡർ ഇട്ട് കൊടുക്കുവാണ്. ഇനി അവിടെ വന്ന് ഹിറ്റ് ചെയ്ത് നമുക്ക് ആ ഓർഡർ കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞ് ട്രിഗറായ സൗണ്ട് കേൾപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഓർഡറിലൊന്നും കാണുന്നില്ല. മാർക്കറ്റിൻ്റെ ലോ 296 25 വരെ വന്നിട്ടുണ്ട്. നമുക്ക് ഓർഡർ കിട്ടി. 296 നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടണം. അത് ഞാൻ ഇട്ടിട്ട് നിങ്ങളെ അറിയിക്കാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്രൈസ് വരുന്നത് 294.50 അപ്പോൾ നമുക്കിത് ഇവിടുന്ന് ക്ലിക്ക് ചെയ്തെടുക്കാം. 294.50 സെല്ല്. സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ ആയിട്ടാണ് നമ്മളത് പ്ലേസ് ചെയ്യുന്നത്. 294.50 സെൽ 50 ക്വാണ്ടിറ്റി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടാർഗറ്റ് എവിടെയാണെന്ന് നോക്കണം. ഇനി ഇന്നത്തെ ടാർഗറ്റ് വരുന്നത് 299 മുകളിൽ എവിടെ വേണമെങ്കിലും നമുക്കിന്ന് ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. അത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 296 സ്റ്റോപ്പ് ലോസ് 0.5%, ടാർഗറ്റ് 299, കൃത്യം 1:2 നമുക്കവിടെ കിട്ടും. ഇന്ന് നമ്മൾ അത്രേ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 1:2 നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്തേക്കാം. അപ്പോൾ 298.95 നമുക്ക് വെച്ച് കൊടുക്കാം. 298.95 സെല്ലാണ്, ലിമിറ്റ് ഓർഡറാണ്. അത് നമ്മൾ പ്ലേസ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനിയും നമ്മൾ ഗോ ചാർട്ടിങ് എടുത്ത് വെച്ചേക്കുന്നതനുസരിച്ച് ഇതിൽ ഡോം പറയുന്നതനുസരിച്ച് എന്താണ് സാധ്യത, അതായത് 20,000K ഓർഡർ നമുക്ക് കാണിക്കുന്നത് സെല്ലിംഗ് സൈഡാണ്. ലിമിറ്റ് ഓർഡേഴ്സ് സെല്ല് ചെയ്യാനായിട്ട് ഇവിടെ കിടപ്പുണ്ട് 297.60. അത് അപ്ഡേഷൻ കിട്ടുന്നില്ല. നമുക്കതൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. 25K ഓർഡർ സെല്ലിംഗ് സൈഡും 40,000K ഓർഡർ ബൈയിങ് സൈഡുമാണ് കാണിക്കുന്നത്. അതായത് ഇവിടുന്ന് മാർക്കറ്റ് താഴെ പോകും എന്നുള്ള ഒരു സിഗ്നലാണ് നമുക്ക് ഡോമിൽ കിട്ടുന്നത്. അത് മാറി മറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അത് ഏകദേശം 20, 30, 20 ആ രീതിയിലൊക്കെ കാണിക്കുന്നു. നമുക്ക് ഗോ ചാർട്ടിങ്ങിൽ നോക്കാം അവിടെ എന്താണ് കാണിക്കുന്നത്. ഈ ക്യാൻഡിൽ അവർ കാണിക്കുന്നത് കൂടുതലും സെല്ലേഴ്സ് വന്നിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, അതായത് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ വന്നു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ വന്നു കഴിഞ്ഞാൽ പ്രീവിയസ് ഡേയിലെ ക്ലോസിങ്ങിലേക്ക് ആ ഗ്യാപ്പ് ഫില്ലിങ് 70% അല്ലെങ്കിൽ 90% പലപ്പോഴും നടക്കുന്നുണ്ട്. ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്തു, ക്ലോസിങ്ങിലേക്ക് മാർക്കറ്റ് ഒന്ന് വന്നു. ഇവിടെ നിന്ന് ഇവിടെ വരെ നിയർലി 1% ആണ്. അപ്പോൾ ഇന്നത്തെ ലോ വെച്ചേക്കുന്നത് ഈ ഒരു
ആ സപ്പോർട്ട് ലൈനിലാണ്, അതിൽ വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് മാർക്കറ്റ് തിരികെ കയറുന്നു എന്ന് നമുക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ വോളിയം വന്നേക്കുന്നത് 1.5 മില്യൺ വോളിയം വന്നിരുന്നു. അതിനകത്ത് 22% അപ്പർ സൈഡിലേക്ക് ഡൗൺ സൈഡിലേക്കാണ്, സെല്ലേഴ്സാണ് കൂടുതൽ വന്നിരുന്നത്. അത് ആ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് വന്നതാവും എന്ന് തോന്നുന്നു. ഇനി ഈ ക്യാൻഡിലിൽ നമുക്കറിയാം മാർക്കറ്റ് ഏത് പൊസിഷൻ പിടിക്കും എന്നുള്ളത്. ഒപ്പം നമുക്ക് ഇൻഡെക്സ് ഒന്ന് നോക്കിയേക്കാം. ഇൻഡെക്സ് ഓപ്പൺ ചെയ്തത് കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ആ ഒരു ലൈനിന് താഴെയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ഫ്രഷായിട്ട് വരയ്ക്കേണ്ടതുണ്ട്. 15 മിനിറ്റ് ക്യാൻഡിൽ നോക്കുമ്പോൾ ഈ ഏരിയയിലാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് റെസിസ്റ്റൻസ് എടുക്കുന്നത്. സോ ഇവിടെ വരെ നമുക്കത് ഒന്ന് പുതുക്കി വെക്കേണ്ടതുണ്ട്. എന്നിട്ട് 5 മിനിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ മധ്യഭാഗത്തിൻ്റെ ഒരു വാലിഡിറ്റി നമ്മൾ പറയാറുണ്ടല്ലോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മധ്യഭാഗത്ത് സപ്പോർട്ട് എടുക്കുന്നതായിട്ടാണ് ഇവിടെ തോന്നിക്കുന്നത്. ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസിന് അടുത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുവാണ്. ഇവിടെ എന്ത് തന്നെ സംഭവിച്ചാലും നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇതിവിടെ ഒന്ന് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞു. അവിടെ കൊണ്ട് നമ്മൾ ഇന്നത്തെ ട്രേഡ് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഏതാണ്ട് അതിനുള്ള സാധ്യതകളെല്ലാം ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്. 295-ൽ 95,000 അടുത്ത് ഓർഡർ ഇവിടെ കിടക്കുന്നുണ്ട്. അത് ക്ലിയർ ആയാൽ മാർക്കറ്റ് താഴെ പോകും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അവിടെ ക്ലിയർ ആവും. ക്യാൻഡിൽ വലിയ രീതിയിൽ സെല്ലിംഗ് പ്രഷറാണ് ഇവിടെയും കാണിക്കുന്നത്. ഡെൽറ്റ ക്യുമുലേറ്റീവ് ഡെൽറ്റ നല്ല രീതിയിൽ സെല്ലിംഗ് സൈഡിലേക്ക് കൂടുവാണ്. അപ്പോൾ 295-ൽ നമുക്ക് സപ്പോർട്ട് കിട്ടണം. അത് കിട്ടിയില്ല എങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് പൊളിയും. ഡോമിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ 136 കെയും ഇവിടെ വെറും 36 കെയുമാണ് വോളിയം സൈഡ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ വ്യത്യാസം നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നത് ഇതൊരു പക്ഷേ ആദ്യം എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ മാർക്കറ്റിൻ്റെ സ്വഭാവങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുന്നതേ ഉള്ളൂ. ഒത്തിരി കാലം ഇനിയും മാർക്കറ്റ് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. 25 ബ്രേക്കായി. ഇപ്പോൾ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസും ട്രിഗർ ആകും. അങ്ങനെയാണെങ്കിൽ സ്റ്റിൽ വോളിയം കൂടുതൽ സെല്ലിംഗ് സൈഡിലേക്കാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് മുകളിൽ ഓപ്പൺ തന്നത് കൊണ്ടിട്ടാണ് നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തത്. അപ്പോൾ സപ്പോർട്ടിനുള്ള കൺഫർമേഷൻ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അതിന് മുമ്പ് തന്നെ നമ്മൾ എൻട്രി എടുത്തതാണ്. ഇനിയിപ്പോൾ മാർക്കറ്റിൻ്റെ സാധ്യത പറയാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്തായാലും ഹിറ്റാവും. അപ്പോൾ ഇനിയുള്ള സാധ്യത പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴത്തേക്ക് ക്രോസ് ചെയ്ത് ഇവിടെ ക്ലോസിങ് തരുന്നു. അതിനുശേഷം ഇവിടെ റീടെസ്റ്റ് വന്നിട്ട്, അപ്പോൾ താഴത്തേക്ക് കുറച്ചും കൂടെ ഒരുപക്ഷെ പുഷ് ചെയ്യാം. ഇവിടെ റീടെസ്റ്റ് വന്നിട്ട് വീണ്ടും താഴത്തേക്ക് തന്നെ ഇവിടുന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നലത്തെ പോലെ ഈ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്താൽ ഇവിടെ നല്ലൊരു സപ്പോർട്ട് കിട്ടും. അങ്ങനെയാണ് മാർക്കറ്റ് ഇവിടുന്ന് ഇവിടെ വരെ ഇന്ന് മൂവ് ചെയ്യാനുള്ള സാധ്യതയാണ്. നമുക്കിപ്പോൾ കരുതാൻ പറ്റുന്ന അത്രയും മാത്രമാണ്. ഏകദേശം 2% മാർക്കറ്റ് അങ്ങനെയാണെങ്കിൽ ഇന്ന് താഴത്തേക്ക് മൂവും ചെയ്യാം. $20,000 ഓർഡറാണ് 24.50 കിടക്കുന്നത്. എന്തായാലും അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് വരും. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുക്കും എന്തായാലും ഇന്ന്. ഇവിടെ നല്ലൊരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. നോക്കട്ടെ. 15,000 ഓർഡർ 24.90 വന്നു. അതുകൊണ്ട് മാത്രം അത് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആ ക്യാൻഡിൽ ക്ലോസ് ആയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ പ്രൈസിന് തൊട്ടടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരം കൂടെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അത് ഹിറ്റാവാനാണെങ്കിൽ ഇപ്പോൾ ഹിറ്റാവേണ്ടതാണ്.
ഫസ്റ്റ് 1 മിനിറ്റ് അപ്പർ സൈഡിലേക്ക് വെക്കുന്നതുകൊണ്ട് തന്നെ ഈ ക്യാൻഡിൽ റെഡായിട്ട് ക്ലോസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓപ്പൺ ചെയ്ത് ഇവിടെയും ഫസ്റ്റ് വിക്ക് മുകളിലേക്കായിരുന്നു, ഇവിടെയും അങ്ങനെ തന്നെയുണ്ട്. ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് മിനിറ്റ് എങ്ങോട്ടേക്കാണോ കാണിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മാർക്കറ്റ് ഒരു 90% ഓഫ് ടൈമും ആ ക്യാൻഡിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ക്ലോസ് ചെയ്യാറുള്ളതാണ്. മാർക്കറ്റ് അവിടെ നിന്ന് തിരികെ പോരുന്നു എന്ന് തോന്നിപ്പിക്കുന്നു. 13,000 ഓർഡർ 22,000 ഓർഡർ ഇവിടെ കയറി വന്നിട്ടുണ്ട്. 25-15 25-30 നമ്മളെടുത്തേക്കുന്നത് 296. അപ്പോൾ 95 മുകളിലേക്ക് മാർക്കറ്റ് എത്തിയിരിക്കുന്നു. ഈ ക്യാൻഡലിന് മുകളിൽ കുറച്ച് സ്റ്റോപ്പ് ലോസ് ഒരുപക്ഷെ കിട്ടിയേക്കാം. അതിൻ്റെ ഹൈ വരുന്നത് ഈ ക്യാൻഡലിൻ്റെ ഹൈ വരുന്നത് 296.10. നമുക്കവിടെ നോക്കിയാൽ ഇപ്പോൾ അത് കാണാൻ പറ്റത്തില്ല. എന്നിരുന്നാലും ഇപ്പോൾ ഡോമിൽ നോക്കിക്കഴിഞ്ഞാൽ സെല്ലിംഗ് സൈഡ് കൂടുതലും ബൈയിങ് സൈഡ് കുറവുമായി കാണിക്കുന്നുണ്ട്. താൽക്കാലിക പ്രതിഭാസമാണോ എന്ന് നമുക്കറിയത്തില്ല, പക്ഷെ അത് മാറി മറിയുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ഇലക്ഷൻ റിസൾട്ട് നമ്മൾ കാണുമ്പോൾ ഉള്ള പോലത്തെ ഒരു ഫീലാണിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ ഒന്നും പറയാൻ, അത് കണ്ടിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഫ്രഷ് മാർക്കറ്റ് ഓർഡേഴ്സ് തന്നെ, മാർക്കറ്റ് ഓർഡേഴ്സ് ആണെങ്കിൽ ഇവിടെ ഒന്നും ലിസ്റ്റ് ചെയ്യപ്പെടുകയുമില്ല. അതാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ ഇതായി മാറാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഒരു സിങ്ങിനും ഇടയ്ക്ക് മാർക്കറ്റിന് നല്ലൊരു ലിക്വിഡിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത് അവിടുന്ന് മുകളിലേക്കോ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്കോ തന്നെ പോകാവുന്നതാണ്. രണ്ട് സാധ്യതകൾ എല്ലായ്പ്പോഴും ഉണ്ട്. ഇപ്പോൾ ബൈയിങ് സൈഡ് വോളിയാണ് കൂടുതൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ക്യാൻഡലിൽ ഇതുവരെ 20% ബൈയിങ് സൈഡ് വോളിയം അധികമായി ബിൽഡ് ചെയ്തതായിട്ടാണ് കാണിക്കുന്നത്. ഇതെല്ലാം എപ്പോൾ വേണേലും മാറി മറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സോ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു. വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകും. നമ്മുടെ സ്റ്റോപ്പ് ലോസിന് അടുത്തേക്ക് വന്നാൽ അല്ലെങ്കിൽ പ്രോഫിറ്റിലേക്ക് വന്നിട്ട് നമുക്കിനി ചെക്ക് ചെയ്യാം. മാർക്കറ്റിലവിടെ ക്യാൻഡിൽ വിക്ക് വെക്കുന്നു, സെല്ലിംഗ് പ്രഷർ വരുന്നു എന്നൊരു തോന്നൽ. ഈ ക്യാൻഡിൽ നമ്മളുടെ ആ റെസിസ്റ്റൻസ് ലൈനിന് മുകളിൽ പോയി ക്ലോസിങ് തന്നാൽ അതിനി സമയവും കാണുന്നില്ല. ക്യാൻഡിൽ മിക്കവാറും ഇപ്പം തന്നെ അവിടെ ക്ലോസ് ചെയ്തേക്കാം. എന്തായാലും മാർക്കറ്റ് താഴത്തേക്ക് വന്നപ്പോൾ വോളിയം നന്നായിട്ട് കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. പക്ഷേ അത് കുറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ സ്റ്റോപ്പ് ലോസ് വളരെ ടൈറ്റാണ്, തൊട്ടടുത്താണ്. സോ ഇപ്പോൾ തന്നെ അത് ട്രിഗർ ആകാം. ഇല്ലെങ്കിൽ ഈ നിൽക്കുന്ന പോയിന്റിൽ നല്ലൊരു മൂവ് ഇപ്പോൾ മുകളിലേക്ക് വരണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രേഡ് ഇവിടം കൊണ്ട് അവസാനിച്ചിരിക്കുകയാണ്. 75 രൂപ നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടിയിരിക്കുകയാണ്. ടാർഗറ്റ് ഓർഡർ ഇട്ടേച്ച് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് ഇന്ന് മാർക്കറ്റ് എന്താണ് ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞതുപോലെ ഹൈ ടു ലോ 2%, അതായത് ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ, ഈ രണ്ട് ലൈനുകൾക്ക് മധ്യത്തിലേക്ക് മാർക്കറ്റ് വരാം. ഇനി ഒരു തിരിവ് ഇവിടെ വന്നിട്ടാവാം തിരിച്ച് പുഷ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഇവിടെ വന്നിട്ടും ആവാം. അപ്പോൾ എന്തായാലും മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് ഇതിൽ ടച്ച് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെയും ടച്ച് ചെയ്യുന്നുണ്ടാവും.
ഇനി ഇതിനെല്ലാം ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോകുമോ നമുക്കറിയത്തില്ല. അപ്പോൾ ഇവിടുന്ന് റിവേഴ്സ് ആകാം, ഇല്ലെങ്കിൽ ഇവിടുന്നും റിവേഴ്സ് ആകാം. അപ്പോൾ ഒരു 2% ആണ് അവിടെ സംഭവിക്കുന്നത്. മാർക്കറ്റിന് ആക്ച്വലി 3% മൂവ് വരെ നടത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത് എവിടെ വരെ പോകും, താഴത്തേക്കായിരിക്കുമോ ആ 3% വെക്കുന്നത്, അത് ഇവിടുന്ന് റിവേഴ്സ് ചെയ്തിട്ട് മുകളിലേക്ക് പോയി ക്ലോസിങ് ആയിരിക്കുമോ തരുന്നത്, അതൊന്നും നമുക്കറിയത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്തത് ഇവിടെയാണ്, ക്ലോസിങ് തന്നത് മുകളിലാണ്. അതുപോലെ ഇവിടെയാണെങ്കിൽ ഓപ്പൺ ചെയ്തത് ഇവിടെ ഓപ്പൺ ചെയ്തു, ക്ലോസിങ് താഴത്താണ് തന്നത്. പക്ഷേ അത് നല്ല സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് ക്ലോസ് ചെയ്തത്. ഇവിടെയാണെങ്കിലും ഓപ്പൺ ചെയ്തത് മുകളിലാണ്, ക്ലോസിങ് തന്നത് താഴെയാണെങ്കിലും ഇവിടെയും നല്ല സപ്പോർട്ട് കിട്ടിയിരുന്നു. സോ ഈ ഒരു സപ്പോർട്ട് കൺസിസ്റ്റൻ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇനി നമ്മൾ മാർക്കറ്റ് പ്രത്യേകിച്ച് നോക്കിയിരിക്കേണ്ടതിൽ കാര്യമില്ല, കാരണം നമ്മളുടെ ഇന്നത്തെ കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ ജേണലിലേക്ക് വന്നു കഴിഞ്ഞാൽ ജേണലിൽ ഒരു ദിവസം കൂടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റായേക്കുവാണ്. നമുക്കതും കൂടെ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാം. ONGC ലോസ് 75 റുപ്പീസ്, കൃത്യം 75 രൂപയാണ് നമുക്കിന്ന് നഷ്ടപ്പെട്ടേക്കുന്നത്, 1 പോർഷൻ. അപ്പോൾ ലോസിൻ്റെ കൗണ്ടിൽ ഒരെണ്ണം കൂടെ കൂടുകയാണ്. ഇപ്പോൾ മൊത്തം ലോസ് 51 ദിവസവും പ്രോഫിറ്റ് 37 ദിവസവുമാണ്. അതായത് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് വരുന്നത് 42% പ്രോഫിറ്റാണ് നമുക്ക് നെറ്റ് ട്രേഡിംഗ് ഡേയ്സിൽ കിട്ടിയിട്ടുള്ളത്. ലോസ് വരുമ്പോൾ ഇത് -0.5% ആണ് നമുക്ക് ലോസായിട്ട് വന്നിട്ടുള്ളത്. നെറ്റ് 121 രൂപ നെറ്റ് നമുക്ക് ലോസ് ഉണ്ടെന്ന് വരെ ഈ മാസം. ഓക്കെ, അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മുടെ ഈ ട്രേഡിംഗ് എൻട്രീസ് നമ്മളിപ്പോൾ മാക്സിമം ആക്യുറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ എൻട്രികളിൽ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും രണ്ടിലൊന്നാണ് നമുക്ക് കിട്ടാവുന്നത്. അതൊരു 50-50 കിട്ടുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ മാസം നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ലോസിൻ്റെ എണ്ണം 7ഉം ടോട്ടൽ പ്രോഫിറ്റിൻ്റെ എണ്ണം 5ഉമാണ്. അപ്പോൾ 7ഉം 5ഉം എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഈ പറഞ്ഞ പോലെ തന്നെ 50യുടെ അടുത്ത് 40നും 50നും ഇടയ്ക്കുള്ളൊരു പ്രോബബിലിറ്റി ഓഫ് വിന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. മോശമല്ല, നല്ലത് തന്നെ. ഇനി നമുക്ക് ഈ പറയുന്ന പോലെ 1:2 എന്നുള്ളത് ഏതെങ്കിലും ഒരു ദിവസം 1:3 4 5 ഒക്കെ കയറാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളൊരു സേഫ് പൊസിഷനിലേക്ക് വരും. ഇതിപ്പോൾ നമ്മൾ കാലത്തെ പറഞ്ഞിരുന്ന പോലെ ഇവിടെ ഒരു എൻട്രി, അതല്ലെങ്കിൽ 23-ലൊരു എൻട്രി. ഇപ്പോൾ വരാൻ പോകുന്നത് 23-ലേക്കാണ്. അവിടെ മാർക്കറ്റ് എത്തുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെയൊക്കെ സംഭവിച്ചാൽ 23-ൽ നിന്ന് എൻട്രി എടുക്കുന്ന ഒരാൾക്ക് ഇങ്ങോട്ടേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ 1:2 കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി അവിടെ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും എന്നതിൽ മാത്രമേ നമുക്കിനി അർത്ഥമുള്ളൂ. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു, ഈ ലൈനിലൊരു റീടെസ്റ്റ്, ഈ ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ അങ്ങനെ വേണേൽ നമുക്ക് കരുതാം. അതിനുശേഷം താഴത്തേക്ക് വീണ്ടും പുഷ് ചെയ്യുന്നു. അപ്പോൾ താഴത്തേക്ക് ഒരു എൻട്രി ഇവിടുന്ന് എടുക്കാവുന്നതാണോ എന്ന് ചോദിച്ചാൽ എടുക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ സെല്ലിംഗ് സൈഡിൽ എൻട്രി എന്ന് പ്ലാൻ ചെയ്തിരുന്നില്ല. സോ ദാറ്റ് അവിടെ നമുക്ക് എൻട്രി ഇല്ല. അപ്പോൾ ഇവിടെ നിന്നുള്ള ബൈയിങ് മാത്രമേ പിന്നെ നമുക്ക് ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യുന്നു എന്നതിനെ നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരാഴ്ചയൊക്കെ കൊണ്ട് കുറച്ചും കൂടെ നമ്മുടെ ഈ പറഞ്ഞ ലോജിക്കൽ, അതായത് എൻട്രി എങ്ങനെ എടുക്കണം എന്നുള്ളതിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ചും കൂടെ ക്ലിയർ ആകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് സാധ്യതകൾ, പ്രോബബിലിറ്റി ഓഫ് വിന്ന് കുറച്ചും കൂടെ നമുക്ക് കൂട്ടാൻ പറ്റും. ഏതായാലും അധികം ഇന്ന് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് കിട്ടേണ്ടത് ഒന്നെങ്കിൽ പ്രോഫിറ്റ് അല്ലെ ലോസ്. ഇന്ന് ലോസ് കിട്ടി. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.